നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പച്ചക്കൊരു ടീമിനെ ഒഫീഷ്യൽസ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ്. സഞ്ജു സാംസൺ എങ്ങനെയാണ് ഔട്ട് എന്നുള്ളത് എന്തായാലും ക്രിക്കറ്റ് പ്രേമികൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഇപ്പോൾ എക്സിലൊക്കെ കാണുന്നത്. നിരന്തരം പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തേർഡ് അമ്പയർക്കെതിരെ, ആ തീരുമാനത്തിനെതിരെ. മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്ത് സഞ്ജു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകേഷ് കുമാറിന്റെ പന്തില് ആ ബൗണ്ടറി ലൈനിൽ വെച്ച് ഷായി ഹോപ്പ് പന്ത് പിടിക്കുന്നത്. പക്ഷെ അദ്ദേഹം അൺബാലൻസ്ഡ് ആവുന്നു, 2-3 സ്റ്റെപ്പ് എടുക്കുന്നു. അദ്ദേഹം ക്യാച്ച് ക്ലെയിം ചെയ്യുന്നുണ്ട്. അമ്പയർ സ്വാഭാവികമായിട്ടും വ്യക്തത ഇല്ലാത്തതുകൊണ്ട് തേർഡ് അമ്പയർക്ക് കൊടുക്കുന്നു. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. ആ കുഷ്യനോട് അടുത്ത് വരുന്നു, ആ കുഷ്യൻ ചെറുതായിട്ട് അനങ്ങുന്നു. അത് കമന്റേറ്റേഴ്സ് പോലും അത്തരത്തിലാണ് അതിനെ കാണുന്നത്. പക്ഷേ തേർഡ് അമ്പയർക്ക് മാത്രം പെട്ടെന്ന് തീരുമാനമെടുക്കണം. വൈഡ് 3 മിനിറ്റിലധികം ചെക്ക് ചെയ്തയാളാണ് സഞ്ജു സാംസണിന്റെ വിവാദമായേക്കാവുന്ന ഈ ഔട്ട്. അദ്ദേഹം ചെക്ക് ചെയ്തത് 1 മിനിറ്റിൽ താഴെ മാത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ക്വിക്ക്ലി എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും സഞ്ജുവിന് എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹം അത് അമ്പയറുമായിട്ട് പറയുന്നത് കേട്ടു. അതുപോലെ സംഘയും മറ്റുമൊക്കെ ഡഗൌട്ടിലും ആകെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു, നിരാശപ്പെട്ട് ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. നിരവധി പോസ്റ്റുകൾ തേർഡ് അമ്പയർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിലും ഇപ്പോൾ ഈ IPL ഇത്രയൊക്കെ അസിസ്റ്റൻസ് ഉണ്ടായിട്ടും, ഇത്രയൊക്കെ ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് ഉണ്ടായിട്ടും തേർഡ് അമ്പയർമാർ, TV അമ്പയർമാർ തെറ്റുവരുത്തുന്നത് നിരന്തരമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിലവാരം കുറഞ്ഞ രൂപത്തിലാണ് കാര്യങ്ങൾ തേർഡ് അമ്പയർമാരുടെ തീരുമാനമൊക്കെ വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൈക്കൽ ഗഫ് ആയിരുന്നു ഇന്നത്തെ അമ്പയർ. തേർഡ് അമ്പയർ ഇംഗ്ലണ്ടുകാരനാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ നമ്മൾ അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അത് വീണ്ടും സമയമെടുത്ത് ചെക്ക് ചെയ്യാതിരുന്നത് എന്നുള്ളിടത്താണ് സംശയം വരുന്നത്. ആരെയെങ്കിലും ഫേവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുവോ എന്തോ ആവട്ടെ. വലിയ രൂപത്തിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സിലൊക്കെ നോക്കിയാൽ മതി. ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഹീസ് ക്ലിയർലി ടച്ചിങ് ദി കുഷ്യൻ, അതായത് ബൗണ്ടറി കുഷ്യനിൽ തട്ടുന്നുണ്ട്. റോബ്ഡ് എ വെൽ ഡിസേർവ്ഡ് സെഞ്ചുറി ഫോർ സഞ്ജു സാംസൺ, IPL ഫിക്സിംഗ് ഇറ്റ് ഇൻ ഫേവർ ഓഫ് ഡൽഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വരുന്നു. കോമൽ സിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ആ പോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റിലുള്ള ചോദ്യം: തേർഡ് അമ്പയർ മേഡ് ഹിസ് ഡിസിഷൻ വിത്തൗട്ട് ഫ്രീസിംഗ് ആൻഡ് സൂമിങ്, വൈ? സഞ്ജു സാംസന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് തേർഡ് അമ്പയർ അത് ഫ്രീസ് ചെയ്യാതെ സൂം ചെയ്യാതെ വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്: ഐ സോ ദി കുഷ്യൻ മൂവ്, ബൗണ്ടറി കുഷ്യൻ മൂവ് എന്ന് കൃത്യമായിട്ട് കാണാം. അത് ഇറ്റ് വാസ് നോട്ട് ഔട്ട് ആൻഡ് സഞ്ജു സാംസൺ മിസ്സസ് ഔട്ട് എ വെൽ ഡിസേർവ്ഡ് 100 എന്ന് മറ്റൊരാളുടെ പോസ്റ്റ് വരുന്നുണ്ട്. ദെൻ അതുപോലെ നിരവധി പോസ്റ്റുകളാണ്. അൺഹാപ്പി വിത്ത് തേർഡ് അമ്പയർ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പയർക്കെതിരെയുള്ള പ്രതിഷേധം കാണിക്കുന്നു. അതുപോലെ തന്നെ തേർഡ് അമ്പയറുടെ ഡിസിഷനെതിരെ ഇങ്ങനെ തം ഡൗൺ കാണിക്കുന്നവരുണ്ട്. സഞ്ജു സാംസൺ തീർച്ചയായിട്ടും അവിടെ സെഞ്ചുറി ഡിസേർവ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ക്രിക്കറ്റ് ന്യൂസുകളൊക്കെ കൃത്യമായിട്ട് തരുന്ന അക്കൗണ്ട് മുഫദ്ദൽ ബോഹ്റയുടെ അക്കൗണ്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: തേർഡ് അമ്പയർ ചെക്കിംഗ് വൈഡ് ഫോർ 3 minutes. തേർഡ് അമ്പയർ ഗേവ് സഞ്ജു സാംസൺസ് ഡിസിഷൻ വിത്തിൻ എ മിനിറ്റ്. അത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊരാൾ പറയുന്നത്: ദി ഡിസിഷൻസ് ബൈ അമ്പയേഴ്സ് ഇൻ ദിസ് സീസൺ ആർ ബിലോ ആവറേജ്. സഞ്ജു സാംസൺ ക്യാച്ച് വാസ് നോട്ട് ക്ലീൻ. He has been given out without examining the catch properly. അവിടെയാണ് പ്രശ്നം. വേണ്ട വിധത്തിൽ അത് എക്സാമിൻ ചെയ്യാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാതിരുന്നത്? എന്തുകൊണ്ടാണ് അമ്പയർ അത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു വ്യക്തത വരുത്താനോ തയ്യാറാവാതെ വളരെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് പോയത്? ആ വൈഡ് 3 തവണ ചെക്ക് ചെയ്യുന്ന ഒരു കാഴ്ച, അത് വൈഡ് അല്ലെന്ന് ഉറപ്പായിരുന്നു. എന്നിട്ടും വെറുതെ സമയം എടുക്കുന്നു. കാരണം ഇത് വിവാദമായി കഴിഞ്ഞതുകൊണ്ട് മൈക്കൽ ഗഫ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയതാണ് എന്ന് പോലും തോന്നിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഉണ്ടായത്. ഏതായാലും 20 റൺസിന്റെ വിജയം ഡൽഹിക്ക് സമ്മാനിച്ചു കൊടുത്തിരിക്കുന്നു. പുറകിൽ അജണ്ട എന്തോ ആവും. അതൊക്കെ വേറെ ചർച്ചകൾ വരേണ്ട വിഷയമാണ്. പക്ഷെ മൈക്കൽ ഗഫിന്റെ ഭാഗത്ത് നിന്ന് ഈ വന്നിരിക്കുന്നത് വമ്പൻ അബദ്ധമാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും സംശയിക്കണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.